നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം 178 വീടുകൾ മുഖ്യമന്ത്രി കൈമാറി. ബാക്കി 232 വീടുകൾ കാലവർഷത്തിന് മുമ്പ് കൈമാറും. ടൗൺഷിപ്പ് പദ്ധതി ഒരുമയുടെയും സ്നേഹത്തിന്റെയും കേരള മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൗൺഷിപ്പിലെ വീട് നിർമ്മാണ പ്രവൃത്തികൾ ഒരു ദിവസം പോലും നിർത്തിവെക്കില്ലെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. പുതിയ വില്ലേജിലും ടൗൺഷിപ്പ് ഉയരും. ഗുണഭോക്താക്കൾക്ക് പട്ടയം കൈമാറി. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരം ഇച്ഛാശക്തിയുടെ വികസന മാതൃകയെന്ന് മന്ത്രി കെ രാജൻ. ആലപ്പുഴ ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പുതുതാളം നൽകി വയനാട് മാതൃകാ ടൗൺഷിപ്പ് ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദുരന്തത്തിൽ വീടുകൾ പൂർണ്ണമായും തകർന്ന 178 പേർക്കാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയിലെ ആദ്യഘട്ടത്തിൽ വീടുകൾ കൈമാറിയത്. വീട് നിൽക്കുന്ന 7 സെന്റ് ഭൂമിക്കുള്ള പട്ടയവും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനെക്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനവും ചടങ്ങിൽ വെച്ച് ആരംഭിച്ചു. കൽപ്പറ്റ LP സ്കൂൾ ടൗൺഷിപ്പിലേക്ക് മാറ്റുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തബാധിതരായ ആളുകളെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ടൗൺഷിപ്പ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വീടുകളോടൊപ്പം പൊതുസൗകര്യങ്ങളായ കമ്മ്യൂണിറ്റി ഹാൾ, ഡിസാസ്റ്റർ ഷെൽട്ടർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഡിസാസ്റ്റർ മെമ്മോറിയൽ, കടമുറികൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തടയണയും ജലാശയവും, 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, ഭൂഗർഭ വൈദ്യുത വിതരണ ശൃംഖല, വെള്ളമൊഴുക്കുന്നതിന് ഡ്രെയിനേജ് സംവിധാനം, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, ഓരോ വീട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 2 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺഷിപ്പിൽ നിർമ്മിച്ച എല്ലാ വീടിനും ആവശ്യം വേണ്ട ഫർണിച്ചർ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 5 സോണുകളായി വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിൽ 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്ന 35 ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റവും അതിനു ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിലാണ് വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത്. ഓരോ വീടും 90 സെന്റിമീറ്റർ വീതിയുള്ള 9 കോൺക്രീറ്റ് ഭിത്തികളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തറനിരപ്പിലും റൂഫ് ലെവലിലും മേൽക്കൂര ലെവലിലും 1.5 അടി ഉയരത്തിൽ ബീമുകളും പ്ലിന്ത് ബീമും റൂഫ് ബീമും സജ്ജീകരിക്കുന്നു. കൂടുതൽ നിലകൾ നിർമ്മിക്കാൻ ഉതകുന്ന രീതിയിലാണ് വീടുകളുടെ നിർമ്മാണം. വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മാണ സാമഗ്രികൾ ലാബിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉപയോഗിച്ചത്. 58 തരം പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഓരോ വീടിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായ പരിപാടിയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു, വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, MLA മാരായ T സിദ്ദിഖ്, TP രാമകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിയ കൃഷ്ണൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ, ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ S സുഹാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ JO അരുൺ, കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സൺ P വിശ്വനാഥൻ, KSFE ചെയർമാൻ K വരദരാജൻ, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഹനീഫ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഹംസ, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ഷിഹാബ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK സഹദ്, ഷൈജ ബേബി, കൽപ്പറ്റ നഗരസഭാ കൗൺസിലർ ഷമീർ ഒടുവിൽ, ജനപ്രതിനിധികൾ, ഗുണഭോക്താക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൗൺഷിപ്പ് പദ്ധതി ഒരുമയുടെയും സ്നേഹത്തിന്റെയും കേരള മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ ഒരുമയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കേരള മാതൃക ഒരിക്കൽ കൂടി രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് വയനാട് മാതൃകാ ടൗൺഷിപ്പ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യർ ഭേദചിന്തകൾക്ക് അതീതമായി പരസ്പരം താങ്ങും തണലുമാകുന്ന കേരള മാതൃക വീണ്ടും ലോക ശ്രദ്ധയാകർഷിക്കുകയാണ്. പരസ്പര സ്നേഹത്തോടെ മനുഷ്യർ ഇടകലരുന്നതിൽ അസ്വസ്ഥരാകുന്നവർ സംസ്ഥാനത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കേരളത്തിന്റെ ഈ സ്നേഹ മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ ടൗൺഷിപ്പ് പദ്ധതി ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒറ്റ രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ ചേർത്ത് പിടിച്ച മനുഷ്യത്വത്തിന്റെ സവിശേഷതയാണ് മുണ്ടക്കൈ ചൂരൽമല അതിജീവനത്തിൽ നാം കണ്ടത്.
വ്യാജ പ്രചാരണങ്ങളും കേന്ദ്ര സഹായ നിഷേധവും കോടതി വ്യവഹാരങ്ങളും ഉൾപ്പെടെയുള്ള പ്രതിലോമകരമായ ഇടപെടലുകളെല്ലാം അതിജീവിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുമിച്ച് ജീവിക്കണമെന്ന ദുരന്തബാധിതരുടെ ആഗ്രഹം പരിഗണിച്ചാണ് ടൗൺഷിപ്പ് പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത്. ദുരന്തബാധിതർക്ക് ഉപജീവനത്തിനായി ഓരോ മാസവും സാമ്പത്തിക സഹായം നൽകുന്നതിന് 17.2 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. സമാശ്വാസ ധനസഹായമായി 13 കോടി രൂപയും അടിയന്തര ധനസഹായമായി 1.3 കോടി രൂപയും വിതരണം ചെയ്തു. ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട 21 കുട്ടികൾക്ക് സഹായം നൽകുന്നതിന് 2 കോടി രൂപയാണ് ചെലവഴിച്ചത്. 858 കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണും നൽകി വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. സമാനതകളില്ലാത്ത സഹായ പ്രവാഹമാണ് ദുരിതാശ്വാസ നിധിയിലേക്കുണ്ടായത്. 773.98 കോടി രൂപ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സംഘടനകളും വ്യക്തിത്വങ്ങളും സഹായം നീട്ടി. കർണാടക, ആന്ധ്ര സർക്കാരുകൾ 10 കോടി രൂപ വീതവും തമിഴ്നാട്, രാജസ്ഥാൻ സർക്കാരുകൾ 5 കോടി രൂപ വീതവും സംഭാവനയായി നൽകി. കേന്ദ്ര സർക്കാർ വിസമ്മതിച്ച സാഹചര്യത്തിലാണ് ദുരന്തബാധിതരുടെ വായ്പാ കുടിശ്ശികൾ പൂർണ്ണമായി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുകയായ 18.75 കോടി രൂപയാണ് സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തത്. മികച്ച രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയും പ്രതികൂല കാലാവസ്ഥകളെല്ലാം മറികടന്ന് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കിയ ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ടൗൺഷിപ്പിലെ വീട് നിർമ്മാണ പ്രവർത്തികൾ ഒരു ദിവസം പോലും നിർത്തിവെക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് മാതൃകാ ടൗൺഷിപ്പ് 1ാം ഘട്ട പൂർത്തീകരണ പ്രഖ്യാപന പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി. നിർമ്മാണ പ്രവൃത്തി ആഭംഗുരം മുന്നോട്ട് പോകും. ദുരന്തബാധിതർ ടൗൺഷിപ്പിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതുവരെ അവർക്ക് വീട് വാടക ഇനത്തിൽ 6000 രൂപയും ഉപജീവനത്തിനായി ഒരു കുടുംബത്തിന് പരമാവധി 16,000 രൂപയും ഭക്ഷണ കൂപ്പൺ ഇനത്തിൽ 1000 രൂപയും പ്രതിമാസം നൽകുന്നത് തുടരും. ദുരന്തബാധിതരുടെ പുനരധിവാസം സാധ്യമാക്കിയത് കേരളം ഒറ്റക്കെട്ടായാണെന്നും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ലെന്നും മന്ത്രി രാജൻ പറഞ്ഞു. നിരവധി പ്രതിസന്ധികളും പ്രതിരോധങ്ങളും അതിജീവിച്ചാണ് വയനാട് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. 1ാം ഘട്ടം എന്നതുപോലെ അവശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾ കൈമാറാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ വിജയത്തിനായി എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മേപ്പാടി പുതിയ വില്ലേജിൽ ചൂരൽമലയിലെ 13 പട്ടികവർഗ കുടുംബങ്ങൾക്ക് ടൗൺഷിപ്പ് ഉയരും. വെള്ളരിമല വില്ലേജിലെ സർവേ നമ്പർ 126 ഉൾപ്പെട്ട 5 ഹെക്ടർ ഭൂമിയിലാണ് എൽസ്റ്റണിൽ സമാനമായ ടൗൺഷിപ്പ് പൂർത്തീകരിക്കുന്നത്. എൽസ്റ്റണിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഞ്ചിരിമട്ടം ഉന്നതിയിലെ ചണ്ണയ്ക്ക് രേഖ കൈമാറി. ഏറാട്ടുകുണ്ട്, പുഞ്ചിരിമട്ടം, പുതിയ വില്ലേജ് ഉന്നതികളിലെ 13 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ കൈവശ രേഖ കൈമാറി. ഓരോ കുടുംബത്തിനും 10 സെന്റ് ഭൂമിയുടെ രേഖയാണ് നൽകിയത്. പുതിയ വില്ലേജിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പിൽ 13 കുടുംബങ്ങളിലെ 57 പേർക്കാണ് തണലൊരുങ്ങുന്നത്. പുഞ്ചിരിമട്ടം, പുതിയ വില്ലേജ് ഉന്നതികളിലെ കുടുംബങ്ങൾ സർക്കാരിന്റെ 2B പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ദുരന്തബാധിത മേഖലയിലെ നോ ഗോ സോൺ മേഖലയിലൂടെ മാത്രം സഞ്ചാരപാതയുള്ളത് കൊണ്ടാണ് സർക്കാർ ഉന്നതിക്കാരെ പുതിയ വില്ലേജിലേക്ക് പുനരധിവസിപ്പിക്കുന്നത്. ഏറാട്ടുകുണ്ട് റെഡ് സോൺ പരിധിയിൽ ഉൾപ്പെട്ടതിനാൽ കാലവർഷങ്ങളിൽ താൽക്കാലിക പുനരധിവാസം ആവശ്യമുള്ളതിനാലാണ് ആ മേഖലയിലെ കുടുംബങ്ങളെ ടൗൺഷിപ്പിലേക്ക് പരിഗണിച്ചത്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിലാണ്. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരം ഇച്ഛാശക്തിയുടെ വികസന മാതൃകയെന്ന് മന്ത്രി കെ രാജൻ. ഇച്ഛാശക്തി കൊണ്ടും നേതൃപരമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വികസന മാതൃകയാണ് കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളത്തെയും സമീപപ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് കുന്നംകുളം ആസ്ഥാനമായി പുതിയ താലൂക്ക് ആരംഭിച്ചു. അത്യാധുനിക കെട്ടിടവും അനുബന്ധ സേവനങ്ങളും ഉൾപ്പെടെ ഒരുക്കി കുന്നംകുളം താലൂക്കിനെ സ്മാർട്ടാക്കി. നിലവിലെ കുന്നംകുളം MLAയും മുൻ മന്ത്രിയുമായിരുന്ന AC മൊയ്തീന്റെ ഇച്ഛാശക്തിയും നേതൃത്വവും താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള കുന്നംകുളത്തിന്റെ വികസനത്തിൽ ഭാഗമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ആലത്തൂർ പാർലമെന്റ് അംഗം കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 5338 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 4 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ താലൂക്ക് ഓഫീസും മറ്റ് നിലകളിലായി ഇലക്ഷൻ വിങ്, ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ്, ചരക്ക് സേവന നികുതി ഓഫീസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, ലേബർ ഓഫീസ്, ഇറിഗേഷൻ, ഡയറി, ലാൻഡ് റെക്കോർഡ്സ്, ജോയിന്റ് RTO, സഹകരണ വകുപ്പ് തുടങ്ങിയ ഓഫീസുകളും പ്രവർത്തിക്കും. ഭിന്നശേഷി സൗഹൃദപരമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ റാമ്പ് സൗകര്യം, ലിഫ്റ്റ്, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, വിശ്രമമുറി, ഫീഡിംഗ് റൂം, കോൺഫറൻസ് ഹാൾ, വീഡിയോ കോൺഫറൻസ് ഹാൾ, ഇന്റർലോക്ക് ഫ്ലോറിംഗ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്വാഗതവും കുന്നംകുളം തഹസിൽദാർ OB ഹേമ നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ധർമ്മൻ,
KM നൌഷാദ്, ബിന്ദു ഗിരീഷ്, സിനി പ്രസാദ്, കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MB പ്രശാന്തൻ, മീന സാജൻ, കുന്നംകുളം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി, സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കുന്നംകുളം മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, താലൂക്ക് വികസന സമിതി അംഗങ്ങളായ MN സത്യൻ, KT ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പരിധി വർദ്ധിക്കുകയാണ്. അതിനാൽ വിപുലമായ സൗകര്യങ്ങൾ ഓഫീസിന് ആവശ്യമായിരുന്നു. 11,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലൈബ്രറി അടക്കമുള്ള സൗകര്യങ്ങൾ മാവേലിക്കര താലൂക്ക് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളം ഈ സർക്കാരിന്റെ സ്വപ്നമായിരുന്നു. ഇതിന്റെ ഭാഗമായി 4,56,000-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും രാജ്യത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇന്ന് കേരളമാണ് മുന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കരയിലെ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന പുതിയ താലൂക്ക് ഓഫീസ് ആധുനിക നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ 5.2 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും റവന്യൂ വകുപ്പ് അനുവദിച്ച 61 ലക്ഷം രൂപ ഓഫീസ് ഫർണിച്ചറുകൾക്ക് വിനിയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ MS അരുൺകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, മാവേലിക്കര നഗരസഭ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മധുസൂദനൻ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല രവീന്ദ്രൻ ഉണ്ണിത്താൻ, പ്രിയ വിനോദ്, രാജേഷ് കുമാർ, S ശോഭന, ADM ആശ C എബ്രഹാം, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.